RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ലീഗിലെ റൗണ്ട് ഓഫ് 16 സെക്കൻഡ് ലെഗ് മത്സരങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് മത്സരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് സെക്കൻഡ് ലെഗ് ആണ്. അതെ, ഫസ്റ്റ് ലെഗ് മത്സരത്തിന് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അത് പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, കമന്റുകൾ രേഖപ്പെടുത്താം. അപ്പൊ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് രാത്രി നടക്കാൻ പോകും. ഇന്ന് രാത്രി അഥവാ നാളെ പുലർച്ചയ്ക്ക് 3 മത്സരങ്ങൾ നാളെ പുലർച്ചെ 1:30 മണിക്കാണ്. ഒരു മത്സരം മാത്രമാണ് രാത്രി 11:15 നടക്കാൻ പോകുന്നത്. ആദ്യ മത്സരം നടക്കാൻ പോകുന്നത് 11:15 ബാക്കിയുള്ള 3 മത്സരങ്ങൾ 1:30 നടക്കാൻ പോകുന്നത്. അപ്പൊ ഏതൊക്കെ കളികൾ നോക്കി കഴിഞ്ഞാൽ ആദ്യ മത്സരം നടക്കാൻ പോകുന്നത് സ്പോർട്ടിംഗ് CP വിസസ് ബോർഡോഗ് ലിമിറ്റ്. സ്പോർട്ടിംഗ് CPയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കാൻ പോകുന്ന മത്സരം. രണ്ടാം മത്സരം നോക്കി കഴിഞ്ഞാൽ ചെൽസിയുടെ ഹോം ഗ്രൗണ്ടിൽ PSG നേരിട്ടാണ്. മൂന്നാമത്തെ മത്സരം നോക്കിയാൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ റയൽ മഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിട്ടാണ്. അവസാന മത്സരം ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടിൽ ലെവർകുസനെ നേരിടാൻ പോവാണ്. അപ്പൊ ഇതില് ഈ 4 കളിയിലെ പ്രഡിക്ഷൻ എന്താണെന്ന് എന്റെ റെഹാന്റെ പ്രഡിക്ഷൻ ആണ് പറയുമ്പോൾ, അതേപോലെ നിങ്ങൾക്കും ഇതിൽ പ്രഡിക്ട് ചെയ്യാം ആരൊക്കെയാണ് എത്ര ഗോളിൽ ജയിക്കുക എന്നുള്ളത്. ഈ സെക്കൻഡ് ലെഗിന്റെ കാര്യം മാത്രമാണ്, അഗ്രിഗേറ്റിനെ കുറിച്ചല്ല പറയുന്നത്. സെക്കൻഡ് ലെഗിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോ സ്പോർട്ടിംഗ് CP വിസസ് ബോർഡോഗ് ലിമിറ്റ്, അതിൽ സ്പോർട്ടിംഗ് CPനെ 3-0 ബോർഡോഗ് ലിമിറ്റ് പരാജയപ്പെടുത്തുന്നത് ഫസ്റ്റ് ലെഗിൽ. അപ്പൊ സെക്കൻഡ് ലെഗിൽ എന്തായിരിക്കും റെഹാന്റെ സ്കോർ? സെക്കൻഡ് ലെഗിൽ ഇപ്പൊ സ്പോർട്ടിംഗ് CPന് മുമ്പിലുള്ളതാണ്. അവർക്ക് ഒരു അല്പത്തിന് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം പക്ഷെ അവർക്ക് ഡിസഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ 3-0 ലീഡാണ്. ബോർഡോഗ് ലിമിറ്റിന് അത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് ബോർഡോഗ് ലിമിറ്റ് ചിലപ്പോൾ ഡിഫൻസ് കളിച്ചിട്ട് പിന്നെ കൗണ്ടർ വൈസ് അറ്റാക്ക് ചെയ്യും. അത് കാരണം എനിക്ക് തോന്നുന്നു ഒരു 4-1 4-2. ആര് 4 അടിക്കും? ബോർഡോഗ് ലിമിറ്റ് 4, സ്പോർട്ടിംഗ് CP 2 അല്ലെങ്കിൽ 1. സ്പോർട്ടിംഗ് CP എന്റെ അതൊക്കെ. പിന്നെന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്പോർട്ടിംഗ് CP എന്ന് പറയുന്ന ക്ലബ്ബ് അവർ ഇന്ററിനെ കഴിഞ്ഞ റൗണ്ടിൽ പുറത്താക്കിയിട്ടാണ്. എവേയിലും ഹോമിലും പരാജയപ്പെടുത്തിയിട്ടാണ് ഇവർ ഇവിടെ വന്നിരിക്കുന്നത്. സ്പോർട്ടിംഗ് CP അല്ല, ബോർഡോഗ് ലിമിറ്റ്. ബോർഡോഗ് ലിമിറ്റ് ഇന്ററിനെ കഴിഞ്ഞ റൗണ്ടിൽ പരാജയപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എവേയിലും ഹോമിലും പരാജയപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇവരൊരു പക്ഷേ സെമി ഫൈനലിലോ ക്വാർട്ടർ ഫൈനലിലോ എത്തിയാൽ വരെ അതിശയിക്കേണ്ട കാര്യമില്ല. എന്താ പറഞ്ഞാൽ അവർക്ക് ആ പോരാട്ടം വീരും ശരിക്കും ചാമ്പ്യൻസ് ലീഗിൽ അവര് ഫേസ് ചെയ്ത 3 ടീമും ഹൈ സ്റ്റേക്സും ഹൈ ലെവലിലുള്ള ടീം. ആദ്യം സിറ്റിനെ ചോദിച്ചു പറഞ്ഞ ലക്കാണ്, അതിനുശേഷം അർജന്റീന ക്വാർട്ടറിൽ പിന്നെയും പറഞ്ഞ ലക്കാണ്. പക്ഷെ ഈ ഇന്റർ മിലാനെ ഹോമോ അവയെ വെച്ച് അടിച്ചപ്പോ എല്ലാവർക്കും മനസ്സിലായി പോർച്ചുഗൽ ലീഗിൽ 2ാം സ്ഥാനക്കാരാണ് അവര്. അവിടുത്തെ പോർച്ചുഗലിന്റെ ചാമ്പ്യന്മാരായുള്ള ടീമാണ് സ്പോർട്ടിംഗ് CP. ഈ സീസണിൽ സ്റ്റാർട്ടിംഗിൽ 8 പൊസിഷനിൽ ഉണ്ടായിരുന്നു. റൗണ്ട് ഓഫ് 16 ലീഗ് യോഗ്യം നേരിട്ട് യോഗ്യം. അതെ, അപ്പൊ അവര് ഇനി എന്റെ ഇത് പറയുകയാണെങ്കിൽ ഒരു 2-2 സമനില അതായിരിക്കും, സമനിലയായിരിക്കും പിരിയാം. പക്ഷെ അഗ്രിഗേറ്റിൽ നോക്കുമ്പോ ബോർഡോഗ് ലിമിറ്റ് 5-2 ജയിക്കും. 5-2 ബോർഡോഗ് ലിമിറ്റ്. ഓക്കെ. അപ്പൊ ഞാനോ അപ്പൊ സ്പോർട്ടിംഗ് CP വിസസ് ബോർഡോഗ് ലിമിറ്റ് നിന്റെ എന്തായിരുന്നു നാളത്തെ കളിയുടെ? എന്റെ സമനിലയാണ് 1-1 എന്റെ സമനില. 1-1 ആ ഒരു കളി അവസാനിക്കുന്നത്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. 2-2 1-1. അപ്പൊ നിങ്ങളുടെ ഏതാണെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത മത്സരത്തിൽ കിടക്കുകയാണെങ്കിൽ ചെൽസിയുടെ ഹോം ഗ്രൗണ്ടിൽ PSG മത്സരമാണ്. ഇത് 3 ഒരു ടൈമിൽ നടക്കണം, 1:30 മണിക്ക് നടക്കാൻ പോകുന്നത്. അപ്പൊ ചെൽസി ഓൾറെഡി 5-2 പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ഹോം ഗ്രൗണ്ടിൽ ബ്രിഡ്ജിൽ എന്താണ് കാണിക്കാൻ പോകുന്നുള്ളത്? എത്രയായിരിക്കും ഗോള്, ആരായിരിക്കും വിജയം? ഗോള് നാളെ നോക്കുകയാണെങ്കിൽ നാളത്തെ കളി കേട്ടോ, അഗ്രിഗേറ്റ് അല്ല പറയുന്നത്, നാളത്തെ കളിയിലെ വിജയം. ചെൽസി 2 ഗോൾ അടിക്കും, PSG 1 ഗോൾ അടിക്കും. എന്റെ ഒരു കാഴ്ചപ്പാടില് ഒരു 3-2 ചെൽസി ഒരു 3 അടിക്കും, PSG 2 അടിക്കും. അപ്പോ അഗ്രിഗേറ്റിൽ നോക്കണെങ്കിൽ അഗ്രിഗേറ്റ് ഒരുപാടായി, 5-7. മെസ്സിക്ക് ഇപ്പൊ എത്രമാത്രം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇപ്പോ അവസാന മത്സരത്തിൽ പണി കിട്ടിയതാണ്. അപ്പോ ഇനിയിപ്പോ എത്രമാത്രം അവർക്ക് മുന്നോട്ട് PSG ആണെങ്കിൽ തുടക്കം വളരെ മോശമായിരുന്നെങ്കിലും ഇപ്പൊ ലീഗിൽ ടോപ്പിലാണ്, ചാമ്പ്യൻസ് ലീഗിലും കിടിലൻ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി വിസസ് റയൽ മഡ്രിഡ്. നാളെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും കളി കാണാൻ ഉദ്ദേശിക്കുന്ന ഈ കളി തന്നെ ആയിരിക്കും. എന്താ പറഞ്ഞാല് സിറ്റി റയലിനെ മറികടക്കോ അതോ അതന്നെ ഇപ്പൊ അങ്ങനെ കൊന്നിട്ടുണ്ട്, ഇനി അതിനെ കുഴിച്ചു മൂടേണ്ട കാര്യമുള്ളൂ എന്നാണ് ചിന്തിക്കുക. അപ്പൊ എന്തായിരിക്കും 3-0 ഇപ്പൊ നിൽക്കുന്നത്. ഇനി നാളത്തെ കളിയിൽ, നാളത്തെ ഇന്ന് രാത്രി സ്വാഭാവികമായിട്ടും നാളെ എന്ന് പറയുമ്പോൾ അതൊരു കൺഫ്യൂഷൻ വരട്ടെ. ഇന്ന് രാത്രി നാളെ പുലർച്ചയ്ക്ക് നടക്കാൻ പോകുന്ന കളിയാണ്. അപ്പൊ എന്റെ അഗ്രിഗേറ്റ് നോക്കണെങ്കിൽ സിറ്റി ഇനി 2 ഗോൾ അടിച്ചിട്ട് റയൽ ഇനി 1 ഗോൾ അടിക്കും. അപ്പൊ അഗ്രിഗേറ്റിൽ 4-2 ആവും. എന്റെ ഒരു കാഴ്ചപ്പാടില് സിറ്റി 3 ഗോൾ അടിക്കും, റയൽ 2 ഗോൾ അടിക്കും. റയലൊന്നും അടിക്കില്ല. സിറ്റി 3 ഗോൾ അടിക്കാൻ കളിക്കുന്നുണ്ടെങ്കിൽ കൗണ്ടറിലൂടെ 1-2 ഗോൾ റയൽ അടിക്കും. അല്ലാണ്ട് ഡിഫൻസ് ആയിട്ട് സിറ്റിയെ കൊണ്ട് കഴിയില്ല. സിറ്റി ഇന്നലെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്ര സത്യമാണെന്ന് അറിയില്ല. എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗ്രൗണ്ടിൽ റയൽ മഡ്രിഡ് ആദ്യം ഡിഫൻസ് തന്നെ കളിക്കുള്ളൂ. പിന്നെ ആയിരിക്കും ഗോൾ കിട്ടിയ ശേഷമായിരിക്കും അവര് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ. പിന്നെ കൗണ്ടർ വൈസിൽ അവർ എന്തായാലും ഗോൾ അടിക്കാൻ ശ്രമിക്കുക. എന്താ പറഞ്ഞാൽ വിനീഷ്യസും അതേപോലെ തന്നെ കഴിഞ്ഞ കളി കണ്ടില്ല. അപ്പൊ ആ കഴിഞ്ഞ കളിക്ക് എങ്ങനെയൊക്കെയാണ് ഗാർഡിയോള ബ്ലോക്ക് ഇടാന്ന് കണ്ടു തന്നെ അറിയണം. അപ്പൊ അടുത്ത മത്സരം നോക്കിയാലോ? അടുത്ത മത്സരത്തിക്കാണ്. അടുത്ത മത്സരം ആഴ്സണൽ വിസസ് ലെവർകുസൻ മത്സരമാണ്.
1-1 സമനിലയിൽ ആഴ്സണൽ അവസാന മിനിറ്റിൽ ആ പെനാൾട്ടി കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. അതേപോലെ തന്നെ ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും അവസാന മത്സരത്തിൽ 88 മിനിറ്റ് വരെ 0-0 പോയിക്കൊണ്ടിരുന്ന മത്സരം ആ ഗേക്രാസിന്റെയും അതേപോലെ ആ ചെക്കൻ 16 വയസ്സായ ചെക്കന്റെയും ഇടയിലും 2 ഗോളിലൂടെ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ 0-0 നിന്ന് 2-0 ലീഡ് ഉയർത്തിയിട്ട് അവര് മാഞ്ചസ്റ്റർ സിറ്റിയെക്കാളും 9 പോയിന്റ് ലീഡിൽ നിൽക്കുന്ന ഒരു മത്സരം കൂടുതലാണെങ്കിൽ. അപ്പോ എനിക്ക് തോന്നുന്നു ലെവർകൂസനായിട്ട് കഴിഞ്ഞ കളിക്ക് ശേഷം ഉള്ള ആ ഒരു കളി റയയുടെ എന്തായാലും ആഴ്സണലിനെ ഒന്ന് നിർത്തിപ്പിച്ചിട്ടുണ്ട്. കാരണം ആഴ്സണല് മറ്റു ടീമുകളുടെ ഒപ്പം ഒക്കെ 2-4 ഗോൾ അടിക്കുന്ന ടീംസ് ആണ്. അതെ, ഇപ്പൊ അവര് ആയിട്ട് ഇപ്പോ ഈ അവസാന മത്സരത്തിൽ 2 ഗോൾ അടിക്കുക എന്ന് പറഞ്ഞത് അവസാന മൂവിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ലെവർകൂസന്റെ കൂടെ ആഴ്സണൽ കുറച്ച് വേർത്തിട്ട് തന്നെ ജയിക്കാൻ പറ്റുള്ളൂ. ലെവർകൂസൻ നല്ലോണം ആഴ്സണലെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഇത്രേ അടിക്കാൻ പറ്റുള്ളൂ, ഇത്ര അടിക്കാൻ ആദ്യം അവര് ഡിഫൻസും കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാണ്ട് ആഴ്സണലെ പോലെ ഒരു അന്ന് 2-3 ഓൺ ടാർജറ്റ് ഉണ്ടായിരുന്നു ആഴ്സണലിന്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ. ഇനി ആഴ്സണലിന്റെ എമിറേറ്റ്സിലാണെന്നുള്ള കളിയാണ് അവർക്ക് ഏറ്റവും പോസിറ്റീവായിട്ട്. പിന്നെ അവരുടെ ആ ഒരു പാഷൻ ഉണ്ടല്ലോ, ടീം അതേപോലെ സാലിബിയും മറ്റേ ഡിഫൻഡർമാരൊക്കെ ആ പുതിയ പ്ലേയേഴ്സിന് കൊടുക്കുന്ന ആ എനർജിയും അവർക്ക് ഈ കപ്പ് എങ്ങനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് കിട്ടാവുന്ന കപ്പൊക്കെ കിട്ടണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി തന്നെയാണ് അവരുടെ ഏറ്റവും വലുത്. അതേപോലെ റയൻ ഗോൾ കീപ്പർ കിട്ടലും പെർഫോമൻസ് ആണ്. ആളുടെ കുറെ മികവ് കൊണ്ട് തന്നെയാണ് ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ലിവർപൂൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ആഴ്സണൽ ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പൊ എന്തായാലും എന്തായിരിക്കും അഗ്രിഗേറ്റ് ഇന്നത്തെ മത്സരത്തിന്റെ ആദ്യം പറയുകയാണെങ്കിൽ ആഴ്സണല് 2-1. ഞാൻ ഇതേ തന്നെ വിചാരിച്ചു ആഴ്സണല് 2-1. പക്ഷെ എനിക്ക് ഒന്ന് ചിലപ്പോ ഇങ്ങനത്തെ ഇതേ കളിയാണെങ്കിൽ ചിലപ്പോ 2 ഗോൾ അടിച്ചിട്ട് ഇനി പെനാൽറ്റിയിലേക്കോ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. അപ്പൊ എന്തായാലും ഒരു എക്സ്ട്രാ ടൈമും ഒരു പെനാൽറ്റി എന്തായാലും ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നാളെ എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇന്ന് രാത്രിയാണ് തലേദിവസം രാത്രി വീഡിയോ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ കളി വരാൻ പോകുന്നത് ഇന്ന് രാത്രിയും നാളെ പുലർച്ചയ്ക്കായിട്ട്. അപ്പൊ ഇന്ന് നാളെയുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് രാത്രി നാളെ പുലർച്ചയ്ക്കുള്ള രാത്രിയാണ് ആദ്യത്തെ കളി ബോർഡോ ഗ്ലിമിറ്റ് സ്പോർട്ടിംഗ് സിറ്റി. പുലർച്ചയ്ക്ക് നോക്കുകയാണെങ്കിൽ ബാക്കി 3 കളികൾ അതുകൊണ്ട് ചെൽസി ആയിട്ട് PSG ആയിട്ടുള്ള കളി, റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള കളി, അതേപോലെ തന്നെ ആഴ്സണൽ കളി. അപ്പൊ നിങ്ങളുടെ കമന്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതേപോലെ നിങ്ങളുടെ എന്താണ് ഇതിന്റെ സ്കോർ പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒരു കമന്റ് അല്ലേ, ഒന്ന് ഇട്ടുകൂടി ചങ്ങന്മാരെ. അപ്പൊ അതായത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.